ഹായ് ഹലോ ഫ്രണ്ട്സ്, 9ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും മഷിക്കുപ്പിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന നിങ്ങളുടെ സെക്കൻഡ് ലെസൺ ആണ് പഠിക്കാൻ പോകുന്നത്. ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. In half a day, we have gone through the narrative of a man's voyage in time. നമ്മൾ ഹാഫ് എ ഡേ എന്ന ആ ഒരു ലെസൺ പഠിച്ചല്ലേ. അപ്പോൾ അതിൽ എന്താ നമ്മൾ പഠിച്ചത്? മെഹഫൂസ് അക്കൗണ്ട് ഓഫ് ദ ടൈംലെസ് ജേർണി ഓഫ് ഹ്യൂമൻ എക്സ്പീരിയൻസ് ഈസ് ഫോളോഡ് ബൈ എ മൂവിംഗ് സ്പീച്ച് ബൈ സെൽമ ലാഗർലോഫ്, the Nobel laureate, who envisions a significant moment in time with her departed father. മനുഷ്യാനുഭവങ്ങളുടെ യാത്രയെക്കുറിച്ചുള്ള മെഹഫൂസിന്റെ വിവരണത്തിന് ശേഷം നോബൽ സമ്മാന ജേതാവായ സെൽമ ലാഗർലോഫിന്റെ വികാരഭരിതമായ ഒരു പ്രസംഗമാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത്. മരിച്ചുപോയ പിതാവുമൊത്തുള്ള ഒരു സുപ്രധാന നിമിഷത്തെക്കുറിച്ചും അവർ സങ്കല്പിക്കുന്നു. അതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. Her speech reveals the perennial nature of memory and the eternal value of gratitude in a dream-like scenario. Perennial nature of memory എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർമ്മയുടെ സ്ഥിരമായ സ്വഭാവം. പെരിനിയൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും വറ്റാത്ത അല്ലെങ്കിൽ സ്ഥിരമായ എന്നൊക്കെയുള്ള അർത്ഥമാണ്. Eternal value of gratitude എന്ന് പറഞ്ഞാൽ കൃതജ്ഞതയുടെ മൂല്യമാണ്. കൃതജ്ഞത എന്ന് പറഞ്ഞാൽ നന്ദി. ഡ്രീം ലൈക്ക് സെനാരിയോ എന്ന് പറഞ്ഞാലോ സ്വപ്ന സമാനമായ സാഹചര്യം. ചുരുക്കത്തിൽ സ്വപ്നതുല്യമായ ഒരു സാഹചര്യത്തിൽ ഓർമ്മയുടെ വറ്റാത്ത ഒരു സ്വഭാവവും നന്ദിയുടെ ശാശ്വത മൂല്യവും അവരുടെ പ്രസംഗം വെളിപ്പെടുത്തുന്നു. ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ബൈ സെൽമ ലാഗർലോഫ്. എന്താ ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ? ആരെങ്കിലും നിങ്ങളെ സഹായിക്കുമ്പോഴോ വലിയ ഉപകാരം ചെയ്യുമ്പോഴോ അവർക്ക് പകരം നന്ദിയും കടപ്പാടും അറിയിക്കേണ്ടതുണ്ട് എന്ന ആഴമായ ഒരു തോന്നലിനെയാണ് ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പണം നൽകി വീട്ടാവുന്ന ഒന്നല്ല, മറിച്ച് ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു ആജീവാനന്ദ കടപ്പാടാണ്. A few days ago, I was sitting in the train bound for Stockholm. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ സ്റ്റോക്ക്ഹോമിലേക്ക് പോകുന്ന ട്രെയിനിൽ ഇരിക്കുകയായിരുന്നു. ഇറ്റ് വാസ് ഏർലി ഈവനിങ്. വൈകുന്നേരമായിരുന്നു അത്. There was little light in my compartment and none at all outside. എൻ്റെ കമ്പാർട്ട്മെന്റിൽ വെളിച്ചം തീരെയില്ലായിരുന്നു. അതുപോലെ തന്നെ പുറത്തും വെളിച്ചം ഒട്ടുമില്ലായിരുന്നു. My fellow passengers were dozing. എൻ്റെ സഹയാത്രികർ ഉറങ്ങുകയായിരുന്നു. And I was very quiet, listening to the rattling of the train. ഞാൻ വളരെ നിശബ്ദയായി ട്രെയിനിൻ്റെ ആ ഒരു ആടിയുലഞ്ഞു പോകുന്ന ആ ഒരു കിലുക്കമൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. And then I began to think of all the other times I had come up to Stockholm. പിന്നെ ഞാൻ സ്റ്റോക്ക്ഹോമിലെത്തിയ മറ്റു പല സമയങ്ങളെയും കുറിച്ച് ചിന്തിക്കാനായിട്ട് തുടങ്ങി. പലപ്പോഴും സ്റ്റോക്ക്ഹോമിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കാനായിട്ട് തുടങ്ങി. It had usually been to do something difficult, such as to pass examinations. അപ്പോൾ പരീക്ഷകളിൽ വിജയിക്കുന്നത് പോലെ, എക്സാമിനേഷന് വിജയിക്കുന്നത് പോലുള്ള ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും ചെയ്യുക എന്നതായിരുന്നു പതിവ്. അതായത് സ്റ്റോക്ക്ഹോമിൽ വരുന്നത് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആയിരിക്കും. And now I was coming to receive the prize in literature. പക്ഷെ ഇപ്പോഴോ? ഇപ്പം പതിവിന് വിപരീതമായി സാഹിത്യത്തിലുള്ള സമ്മാനം, നോബൽ സമ്മാനം സ്വീകരിക്കാനാണ് ഞാൻ വരുന്നത്. That too I thought would be difficult. അതും ശരിക്കും പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ഞാൻ കരുതി. അപ്പോൾ സെൽമ ഇപ്പോൾ എന്തിനാ സ്റ്റോക്ക്ഹോമിലേക്ക് വരുന്നത്? നോബൽ പ്രൈസ് വാങ്ങാനാണല്ലേ. എന്തിലാണ്? ലിറ്ററേച്ചറിൽ, സാഹിത്യത്തിലാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയത്. അപ്പോൾ അത് വാങ്ങാനായിട്ടാണ് സെൽമ സ്റ്റോക്ക്ഹോമിലേക്ക് വരുന്നത്. Deep within me, however, was a wondrous joy at receiving this prize. എന്നിരുന്നാലും ഈ സമ്മാനം ലഭിച്ചതിൽ എൻ്റെ ഉള്ളിൽ അതിശയകരമായ ഒരു സന്തോഷമുണ്ടായിരുന്നു. I tried to dispel my anxiety by thinking of those who would rejoice at my good fortune. അപ്പോൾ എൻ്റെ ഭാഗ്യത്തിൽ സന്തോഷിക്കുന്നവരെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് എൻ്റെ ഒരു ആൻസൈറ്റി, അതായത് നോബൽ പ്രൈസ് വാങ്ങാനായിട്ട് പോവുകയാണ്, അപ്പോൾ ഒരു ഉത്കണ്ഠയൊക്കെ ഉണ്ട്, ആൻസൈറ്റി ഉണ്ട്. ആ ആൻസൈറ്റി ഒക്കെ ഇല്ലാതാക്കാൻ ഞാൻ ശ്രമിച്ചു. എങ്ങനെയാണ് എൻ്റെ ആൻസൈറ്റി ഞാൻ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്? എൻ്റെ ഭാഗ്യത്തിൽ സന്തോഷിക്കുന്നവരെ കുറിച്ച് ഓർത്തുകൊണ്ടാണ്. There were my good friends, my brothers and sisters, and first and foremost my old mother, who sitting back home was happy to have lived to see this day. എൻ്റെ നല്ല സുഹൃത്തുക്കളും സഹോദരി സഹോദരന്മാരും അതുപോലെ തന്നെ എൻ്റെ വൃദ്ധയായ അമ്മയും അവിടെ വീട്ടിലിരിക്കുന്നുണ്ട്. അപ്പോൾ ആ അമ്മയുമൊക്കെയാണ് എനിക്ക് വേണ്ടി സന്തോഷിക്കുന്നത്. എൻ്റെ ഈ സന്തോഷം പങ്കിടാനായിട്ട് എൻ്റെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നതോർത്ത് എനിക്ക് വളരെയധികം സന്തോഷമായി. But then I thought of my father and felt a deep sorrow that he was no longer alive.
അപ്പോഴാണ് എൻ്റെ പിതാവിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചത്. അദ്ദേഹം ഇനി ഇല്ലെന്നതിൽ എനിക്ക് അതിയായ ദുഃഖം തോന്നി. അപ്പോൾ പിതാവ് മരിച്ചു പോയതാണ് അല്ലേ, അച്ഛൻ മരിച്ചു പോയതാണ്. അച്ഛനെക്കുറിച്ച് ഓർമ്മ വന്നപ്പോൾ അദ്ദേഹം ഈ സന്തോഷം പങ്കിടാൻ തൻ്റെ കൂടെ ഇല്ലല്ലോ എന്നുള്ള ഒരു വിഷമവും അവൾക്ക് വന്നു. I could not go and tell him that I had been awarded the Nobel Prize. എനിക്ക് നോബൽ സമ്മാനം ലഭിച്ച കാര്യം അദ്ദേഹത്തോട് പറയാനായിട്ട് എനിക്ക് കഴിയില്ല. I knew that no one would have been happier than he to hear this. ഇത് കേൾക്കുമ്പോൾ അദ്ദേഹത്തെക്കാൾ സന്തോഷിക്കാൻ മറ്റാരുമില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു. Yes, it was a deep sorrow to me that I could not tell him. അതെ, അദ്ദേഹത്തോട് പറയാൻ കഴിയാത്തതിൽ എനിക്ക് അതിയായ ദുഃഖമുണ്ട്. All rustle and bustle ceased, and the sound of the wheels became a soothing, peaceful melody. റസിൽ ആൻഡ് ബസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരക്കും ബഹളവും. എല്ലാ ബഹളങ്ങളും നിലച്ചു. ചക്രങ്ങളുടെ ശബ്ദം എന്തായി മാറി? ശാന്തമായ സംഗീതമായി മാറി. The coaches no longer seemed to run on rails and sleepers, but to glide into space. കോച്ചുകൾ പാളങ്ങളിലൂടെ ഓടുകയല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്, മറിച്ച് സ്പേസിലേക്ക്, ബഹിരാകാശത്തേക്ക് പോകുന്നത് പോലെയാണ്, പറന്നുയരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. I sat there and thought how much I should like to see my old father again. ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ വൃദ്ധനായ അച്ഛനെ വീണ്ടും കാണാൻ എത്രമാത്രം ആഗ്രഹിക്കുമെന്ന് ചിന്തിച്ചു. എത്രമാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചിന്തിച്ചു. So light and soundless was the movement of the train that I could hardly imagine I was on this earth. തീവണ്ടിയുടെ സഞ്ചാരം വളരെ മൃദുവും ശബ്ദമില്ലാത്തതുമായിരുന്നു. അതിനാൽ ഞാൻ ഈ ഭൂമിയിലല്ല സഞ്ചരിക്കുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോയി. ആൻഡ് സോ ഐ ബിഗാൻ ടു ഡേ ഡ്രീം. അതുകൊണ്ട് ഞാൻ സ്വപ്നം കാണാനായിട്ട് തുടങ്ങി. ഡേ ഡ്രീം എന്ന് പറഞ്ഞാൽ എന്താ? പകൽ കിനാവ് അല്ലേ? സ്വപ്നം കാണാനായിട്ട് തുടങ്ങി. ജസ്റ്റ് തിങ്ക് ഇഫ് ഐ വർ ഗോയിങ് ടു മീറ്റ് ഫാദർ ഇൻ പാരഡൈസ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഞാൻ എൻ്റെ അച്ഛനെ കാണാനായിട്ട് സ്വർഗത്തിലേക്ക്, പറുദീസയിലേക്ക് പോകുന്നതായിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. ഐ സീം ടു ഹാവ് ഹേർഡ് ഓഫ് സച്ച് തിങ്സ് ഹാപ്പനിങ് ടു അതർ പീപ്പിൾ. മറ്റ് ആൾക്കാർക്ക് ഇതുപോലെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായത് ഞാൻ കേട്ടിട്ടുണ്ട്. വൈ ദെൻ നോട്ട് ടു മൈസെൽഫ്? അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിക്കൂടാ? ദ ട്രെയിൻ വെന്റ് ഗ്ലൈഡിങ് ഓൺ, ബട്ട് ഇറ്റ് ഹാഡ് എ ലോങ് വേ ടു ഗോ എറ്റ്, ആൻഡ് മൈ തോട്ട്സ് റേസ്ഡ് അഹെഡ് ഓഫ് ഇറ്റ്. തീവണ്ടി നീങ്ങിക്കൊണ്ടിരുന്നു, പക്ഷെ അത് ഇനിയും ഒരുപാട് ദൂരം പോകേണ്ടതുണ്ട്. എൻ്റെ ചിന്തകൾ അതിനു മുന്നിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് തീവണ്ടിയേക്കാളും സ്പീഡിലാണ് എൻ്റെ ചിന്തകൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. Father will certainly be sitting in a rocking chair on a veranda with a garden full of sunshine, flowers and birds in front of him. അച്ഛൻ തീർച്ചയായും വരാന്തയിൽ ഒരു ആടുന്ന കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. മുന്നിലാണെങ്കിലോ സൂര്യപ്രകാശവും പൂക്കളും പക്ഷികളും നിറഞ്ഞ ഒരു പൂന്തോട്ടവും ഉണ്ടാവും. He will be reading, of course, but when he sees me, he will put down his book, push his spectacles high up on his forehead and get up and walk toward me. അദ്ദേഹം മിക്കവാറും വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ എന്നെ കാണുമ്പോൾ അദ്ദേഹം തൻ്റെ പുസ്തകം താഴെ വെച്ച് കണ്ണട നെറ്റിയിലേക്കൊന്ന് കയറ്റി വെച്ച് എഴുന്നേറ്റ് എൻ്റെ അടുത്തേക്ക് നടക്കും. ഹി വിൽ സേ, എന്നിട്ട് അദ്ദേഹം പറയും, ഗുഡ് ഡേ മൈ ഡോട്ടർ, ഐ എം വെരി ഗ്ലാഡ് ടു സീ യു. നല്ല ദിവസം നേരുന്നു മകളെ, നിന്നെ കണ്ടതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഓർ വൈ യു ആർ ഹിയർ ആൻഡ് ഹൗ ആർ യു മൈ ചൈൽഡ്, ജസ്റ്റ് ആസ് ഹി ഓൾവേസ് യൂസ്ഡ് ടു ഡു. അദ്ദേഹം എപ്പോഴും ചെയ്തിരുന്നത് പോലെ എന്നോട് ചോദിക്കും, എന്താ നീ ഇവിടെ, നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കും. ഹി വിൽ സെറ്റിൽ അഗെയിൻ ഇൻ ഹിസ് റോക്കിംഗ് ചെയർ ആൻഡ് ഓൺലി ദെൻ ബിഗിൻ ടു വണ്ടർ വൈ ഐ ഹാവ് കം ടു സീ ഹിം. എന്നിട്ട് വീണ്ടും ചിന്തിക്കും, എന്തിനായിരിക്കും ഞാൻ അദ്ദേഹത്തെ കാണാനായിട്ട് ചെന്നത് എന്ന്. യു ആർ ഷുവർ ദർ ഈസ് നത്തിങ് അമേസ്? എന്നിട്ട് ചോദിക്കും, കുഴപ്പമൊന്നുമില്ലെന്ന് നിനക്ക് ഉറപ്പാണല്ലോ അല്ലേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഫാദർ ചോദിക്കും. ഹി വിൽ ആസ്ക് സഡൻലി, പെട്ടെന്ന് അദ്ദേഹം അങ്ങനെ ചോദിക്കും, നോ ഫാദർ, ഓൾ ഈസ് വെൽ, ഐ വിൽ റിപ്ലൈ. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറയും, ഇല്ല അച്ഛാ, എല്ലാം ശരിയാണ്, എല്ലാം ഓക്കെ ആണ് എന്ന് പറയും. ബട്ട് ദെൻ ജസ്റ്റ് ആസ് ഐ ആം അബൌട്ട് ടു ബ്രേക്ക് മൈ ന്യൂസ് ടു ഹിം, ഐ വിൽ ഡിസൈഡ് ടു കീപ് ഇറ്റ് ബാക്ക് ജസ്റ്റ് എ വൈൽ ലോങ്ങർ ആൻഡ് ട്രൈ ദ ഇൻഡയറക്റ്റ് അപ്രോച്ച്. I have come to ask you for advice, Father, I will say, for I am very heavily in debt. എൻ്റെ ഈ സന്തോഷ വാർത്ത അദ്ദേഹത്തോട് ഇൻഡയറക്റ്റ് ആയിട്ട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതും തീരുമാനിക്കുന്നതും. എന്നിട്ട് അച്ഛനോട് പറയും, അച്ഛാ, ഞാൻ വന്നത് അങ്ങയുടെ ഉപദേശം സ്വീകരിക്കാനാണ്. എന്നിട്ട് പറയും, ഞാൻ വളരെയധികം കടത്തിലാണ്. I am afraid you will not get much help from me in this matter, Father will reply.
അപ്പോൾ അച്ഛൻ പറയും, ഈ കാര്യത്തിൽ നിനക്ക് എന്നിൽ നിന്നും വലിയ സഹായമൊന്നും ലഭിക്കുകയില്ല. One may well say of this place that it has everything except money. അപ്പൊ അച്ഛൻ പറയാണ്, പണമല്ലാതെ മറ്റെല്ലാം ഈ സ്ഥലത്തുണ്ട്, അതുകൊണ്ട് എനിക്ക് പണം തന്ന് നിന്നെ സഹായിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ എനിക്കൊരു കടമുണ്ട് എന്ന് അവള് പറഞ്ഞപ്പോൾ അച്ഛൻ വിചാരിച്ചു പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കടമായിരിക്കുമെന്ന്. അപ്പൊ അച്ഛൻ ഇവിടെ സ്വർഗത്തിലാണുള്ളത്. അപ്പൊ സ്വർഗത്തിൽ എന്തായാലും പണം കൊടുത്ത് സഹായിക്കാനായിട്ട് അച്ഛന് സാധിക്കില്ല. അപ്പൊ പണമല്ലാതെ ബാക്കിയെല്ലാം ഈ സ്ഥലത്തുണ്ട് എന്ന് അദ്ദേഹം പറയാണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് മണി ദാറ്റ് ഐ ഓവ്. അപ്പോൾ അവൾ പറയും, പക്ഷേ ഞാൻ കടപ്പെട്ടിരിക്കുന്നത് പണത്തോടല്ല. ഡു യു റിമെമ്പർ ഹൗ യൂസ് ടു പ്ലേ ദ പിയാനോ ആൻഡ് സിംഗ് ബെൽമാൻസ് സോങ് ടു അസ് ചിൽഡ്രൻ ആൻഡ് ഹൗ യു വുഡ് ലെറ്റ് us റീഡ് ടെക്നർ ആൻഡ് റൺബർഗ് ആൻഡ് ആൻഡേഴ്സൺ. അച്ഛാ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ, നിങ്ങൾ പിയാനോ വായിച്ചതും ബെൽമാന്റെ പാട്ടുകളെല്ലാം ഞങ്ങളെ കേൾപ്പിച്ചതും അതുപോലെ ടെക്നറുടെയും റൺബർഗിന്റെയും ആൻഡേഴ്സിന്റെയും ഒക്കെ സ്റ്റോറീസും ബുക്സും ഒക്കെ ഞങ്ങൾക്ക് വായിച്ചു തന്നതുമൊക്കെ ഓർക്കുന്നുണ്ടോ എന്ന് അച്ഛനോട് ചോദിക്കുകയാണ്. ഇറ്റ് വാസ് ദെൻ ദാറ്റ് ഐ ഫസ്റ്റ് ഫെൽ ഇൻ ടു ഡെറ്റ്. അപ്പോഴാണ് ഞാൻ ആദ്യമായി കടത്തിലകപ്പെട്ടത്. ഫാദർ, ഹൗ ഷാൽ ഐ എവർ റീപേ ദം ഫോർ ടീച്ചിങ് മീ ടു ലവ് ഫെയറി tales and sagas of heroes. ഫെയറി ടെയിൽസും വീരസാഹസിക കഥകളുമെല്ലാം ഇഷ്ടപ്പെട്ട് വായിക്കാൻ എന്നെ പഠിപ്പിച്ചതിന് എങ്ങനെ പ്രത്യുപകാരം ചെയ്യും, എങ്ങനെ ഞാൻ നന്ദി പറയും. Father will straighten up in his rocking chair and a look of wonder will come into his eyes. അപ്പൊ അച്ഛൻ എന്ത് ചെയ്യും, ആടിനെ ആ കസേരയിൽ നിവർന്നൊന്ന് എഴുന്നേറ്റിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ അത്ഭുതം തെളിഞ്ഞു കത്തും. ഐ ആം ഗ്ലാഡ് ദാറ്റ് ഐ ഗോട്ട് യു ഇൻ ടു ദിസ് ഡെറ്റ്, ഹി വിൽ സേ. അപ്പോൾ അച്ഛൻ പറയും, നിന്നെ ഈ കടത്തിൽ വീഴ്ത്തിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. യെസ്, യു മേ ബി റൈറ്റ് ഫാദർ, ബട്ട് ദെൻ റിമെമ്പർ ദാറ്റ് ഈസ് നോട്ട് ഓൾ ഓഫ് ഇറ്റ്. അതെ അച്ഛാ, നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം, പക്ഷെ അത് മാത്രമല്ല ഉള്ളതെന്ന് ഓർക്കുക. Think of those poor, homeless vagabonds who used to travel up and down, playing the fool and singing all those songs. പാവപ്പെട്ടവരെയും വീടില്ലാത്തവരെയും വഗബോൺസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാര്. ഹൂ യൂസ്ഡ് ടു ട്രാവൽ അപ്പ് ആൻഡ് ഡൗൺ, അവിടെ ഇവിടെയൊക്കെ യാത്ര ചെയ്ത് നടക്കുന്നവർ, അതായത് നാടോടികള്. പ്ലേയിങ് ദ ഫൂൾ ആൻഡ് സിംഗിങ് ഓൾ ദോസ് സോങ്സ്. പ്ലേയിങ് ദ ഫൂൾ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സില്ലി ആയിട്ട് എടുക്കൂലേ, അതായത് വിഡ്ഢിത്തം കാണിക്കുക, കോമാളിയെ പോലെ പെരുമാറുന്നവര്, അങ്ങനെയൊക്കെയുള്ളവരെയാണ് പ്ലേയിങ് ദ ഫൂൾ എന്ന് പറയുന്നത്. ആൻഡ് സിംഗിങ് ഓൾ ദോസ് സോങ്സ്, ആ പാട്ടുകളെല്ലാം പാടി ഇങ്ങനെ നാട് ചുറ്റി നാടോടികളെ പോലെ കോമാളിത്തോക്ക് കാണിച്ച് നടക്കുന്നവരെയും കൂടി ഓർക്കണം. വാട്ട് ഡു ഐ നോട്ട് ഓ ടു ദം ടു ദെയർ മിസ്ചീഫ് ആൻഡ് മാഡ് പ്രാങ്ക്സ്. അവരുടെ ഭ്രാന്തമായ തമാശകൾക്കും കുസൃതികൾക്കും എന്തുകൊണ്ട് ഞാൻ അവരോട് കടപ്പെട്ടില്ല. ആൻഡ് the old men and women sitting in the small grey cottages telling me wonderful stories of water spirits and trolls and enchanted maidens. ചെറിയ ചാര നിറത്തിലുള്ള കുടിലുകളിൽ ഇരിക്കുന്ന അപ്പാപ്പന്മാരോടും അമ്മമ്മമാരോടും ഒക്കെ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. കാരണം അവരാണ് വണ്ടർഫുൾ സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. അത്ഭുതകരമായ കഥകൾ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തിനെ കുറിച്ചൊക്കെയാണ്? വാട്ടർ സ്പിരിറ്റ്സ് ആൻഡ് ട്രോൾസ് ആൻഡ് എൻചാന്റഡ് മെയ്ഡൻസ്. വാട്ടർ സ്പിരിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജലദേവതകൾ. അപ്പൊ കുഞ്ഞിലെയൊക്കെ നമ്മൾക്ക് പറഞ്ഞു തരുന്ന കഥകൾ അങ്ങനത്തെ കഥകളാണ് അല്ലെ, ജലദേവതകളെ കുറിച്ചുള്ള കഥ. അതുപോലെ ട്രോൾസ് എന്ന് പറഞ്ഞാല് കുട്ടിച്ചാത്തന്മാരാണ്. കാർട്ടൂണിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, പൊക്കം കുറഞ്ഞ് നീണ്ട മൂക്കും നീണ്ട ചെവിയും ഒക്കെ ആയിട്ടാണ് ഈ കുട്ടിച്ചാത്തന്മാരെ കൂടുതലും ചിത്രീകരിക്കുന്നത്. ആൻഡ് എൻചാന്റഡ് മെയ്ഡൻസ്. എൻചാന്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാന്ത്രിക വിദ്യയൊക്കെ അറിയുന്ന ദേവതമാർ. It was they who taught me that there is poetry in hard rocks and black forest. കനത്ത വനത്തിലും അതുപോലെ കഠിനമായ പാറകളിലുമൊക്കെ പോയിട്രി ഉണ്ട് എന്ന് അവരാണ് എന്നെ പഠിപ്പിച്ചത്. ആൻഡ് ഐ ആം ഇൻ ഡെറ്റ് നോട്ട് ഓൺലി ടു പീപ്പിൾ, ദർ ഈസ് ദ ഹോൾ ഓഫ് നേച്ചർ ആസ് വെൽ. അപ്പൊ ആളുകളോട് മാത്രമല്ല ഞാൻ കടപ്പെട്ടിരിക്കുന്നത്, പ്രകൃതിയോട് മുഴുവൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ദ ആനിമൽസ് ദാറ്റ് വാക്ക് ദി എർത്ത്, ദ ബേർഡ്സ് ഇൻ ദ സ്കൈസ്, ദ ട്രീസ് ആൻഡ് ഫ്ലവേഴ്സ്, they have all told me some of their secrets. ഭൂമിയിലെ മൃഗങ്ങളും ആകാശത്തിലെ പക്ഷികളും മരങ്ങളും പൂക്കളും ഒക്കെ അവരുടെ ചില രഹസ്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുന്നു. Father will be as carefree and relaxed as he used to be. അപ്പോൾ ഇതൊക്കെ കേട്ട് അച്ഛൻ മുമ്പത്തെ പോലെ തന്നെ ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് കിടക്കാണ്. Never fear child, there is a remedy for your trouble. എന്നിട്ട് അച്ഛൻ ഒരു സൊല്യൂഷൻ പറയാണ്. ഒരിക്കലും ഭയപ്പെടേണ്ട കുട്ടി, നിന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ട്.
I don't think, Father, that you really understand how hard it is for me. അച്ഛാ, എനിക്ക് എത്രമാത്രം ബുദ്ധിമുട്ടാണ് അത് എന്ന് അങ്ങേക്ക് മനസ്സിലാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് അത്രയ്ക്കും ഡിഫിക്കൽട്ടാണ്. ഐ എം ഓൾസോ ഇൻ ഡെറ്റ് ടു മൈ റീഡേഴ്സ്. എൻ്റെ വായനക്കാരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. വാട്ട് വുഡ് ഹാവ് ബിക്കം ഓഫ് മീ ഇഫ് നോ വൺ ഹാഡ് വാണ്ടഡ് ടു റീഡ് മൈ ബുക്സ്. ആരും എൻ്റെ പുസ്തകങ്ങൾ വായിക്കാൻ ആഗ്രഹിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കുമായിരുന്നു. ആൻഡ് ഡോണ്ട് ഫൊർഗെറ്റ് ഓൾ ദോസ് ഹു ഹാവ് റിട്ടൺ ഓഫ് മീ. അതുപോലെ തന്നെ എന്നെക്കുറിച്ച് എഴുതിയ ആരെയും ഞാൻ മറക്കാൻ പാടില്ല. തിങ്ക് ഓഫ് ഓൾ ദോസ് ഇൻ ഫോറിൻ ലാൻഡ്സ് ഹു ഹാവ് വർക്ക്ഡ് ഫോർ മീ. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും കുറിച്ച് ചിന്തിക്കുക. ഐ ഓവ് ദം ഗ്രാറ്റിറ്റ്യൂഡ്, ഫാദർ, ബോത്ത് ഫോർ ദെയർ പ്രൈസ് ആൻഡ് ഫോർ ദെയർ സെൻഷ്വർ. അച്ഛാ, അവരുടെ പ്രശംസയ്ക്കും വിമർശനത്തിനും ഞാൻ അവരോട് നന്ദിയുള്ളവളാണ്. യെസ് യെസ്, ഫാദർ വിൽ സേ, ആൻഡ് ഐ ഷാൽ സീ ഹിം ലുക്ക് എ ലിറ്റിൽ ലെസ് കാം. അച്ഛൻ എപ്പോഴും ശാന്തനാണ്, പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ അച്ഛൻ കുറച്ച് അസ്വസ്ഥനായതുപോലെ തോന്നുന്നു. എ ലിറ്റിൽ ലെസ് കാം എന്ന് പറയുന്നത് കുറച്ചൊന്ന് അസ്വസ്ഥനായതുപോലെ. റിമെമ്പർ ഓൾ ഹു ഹാവ് ഹെൽപ്ഡ് മീ, ഫാദർ. എന്നെ സഹായിച്ച എല്ലാവരെയും ഓർക്കണം. ഞാൻ പറയും, think of my faithful friend SLD who tried to open doors for me when no one dared to believe in me. ആരും എന്നെ വിശ്വസിക്കാൻ ധൈര്യപ്പെടാതിരുന്നപ്പോൾ എനിക്ക് വേണ്ടി വാതിലുകൾ തുറക്കാൻ ശ്രമിച്ച എൻ്റെ വിശ്വസ്ത സുഹൃത്ത് SLD യെ കുറിച്ച് ചിന്തിക്കുക. All the love that has come to me, the honors, the distinctions, do you not understand now that I had to come to you to ask how such debts can be paid? എനിക്ക് ലഭിച്ച എല്ലാ സ്നേഹവും ബഹുമതികളും, ഡിസ്റ്റിങ്ഷൻസ് എന്നുദ്ദേശിക്കുന്നത് ബഹുമതികൾ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ബഹുമതികളെല്ലാം എനിക്ക് കിട്ടി. അപ്പം ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ കടങ്ങളെല്ലാം എങ്ങനെ വീട്ടാമെന്ന് ചോദിക്കാൻ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരേണ്ടി വന്നുവെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് അച്ഛനോട് പറയാണ്, ഈ കടങ്ങളെല്ലാം വീട്ടാൻ എനിക്കൊരു സൊല്യൂഷൻ പറഞ്ഞു തരണം. എങ്ങനെ ഞാൻ ഈ കടങ്ങളെല്ലാം വീട്ടും എന്ന് അച്ഛൻ എനിക്ക് പറഞ്ഞു തരണം. Father has lowered his head and does not look so hopeful anymore. അച്ഛൻ തല താഴ്ത്തി പിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അത്ര പ്രതീക്ഷയുള്ളതായിട്ട് തോന്നുന്നില്ല. I agree, daughter. It is not going to be easy to find help for you, but surely there is nothing more you owe anyone. ഞാൻ സമ്മതിക്കുന്നു മകളെ, നിനക്ക് സഹായം കണ്ടെത്തുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ തീർച്ചയായും നീ ആരോടും കടപ്പെട്ടിരിക്കുന്ന കാര്യം മറന്നില്ലല്ലോ, എല്ലാവരെയും ഓർത്തല്ലോ. Yes, Father, I have found it difficult enough to bear all that I owed before, but my biggest debt has not yet come. That is why I had to come to you for advice. അതെ അച്ഛാ, മുമ്പ് ഞാൻ കടപ്പെട്ടിരുന്നതെല്ലാം ഓർക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ കടം ഇതുവരെ തീർന്നിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് ഉപദേശത്തിനായി നിങ്ങളുടെ അടുക്കൽ വരേണ്ടി വന്നത്. I cannot understand how you could owe still more, Father will say. Oh yes, I will reply, and then I will tell him all about this. ഇത്രയൊക്കെ കടപ്പാടുകളെ കുറിച്ച് നീ പറഞ്ഞു, ഇനിയും ആരോടാണ് കടപ്പെട്ടിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഫാദർ വിൽ സേ, ഓ യെസ്, ഐ വിൽ റിപ്ലൈ, ആൻഡ് ദെൻ ഐ വിൽ ടെൽ ഹിം ഓൾ അബൌട്ട് ദിസ്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും അച്ഛനോട് പറയും. കാരണം ആദ്യം പറയാൻ ബാക്കി വെച്ച ഒരു കാര്യമുണ്ടല്ലേ, എന്താണത്? നോബൽ പ്രൈസ് കിട്ടിയ ആ ഒരു കാര്യം ഇതുവരെ അച്ഛനോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഏറ്റവും വലിയൊരു കാര്യം പറയാനായിട്ട് പോവാണ് ഇവള്. അങ്ങനെ ആ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ, ഐ ജസ്റ്റ് cannot believe the academy, Father will say, but looking at me and seeing my face, he will know it is all true. അപ്പം അച്ഛൻ പറയും, എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല, ഈ നോബൽ പ്രൈസ് കിട്ടുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നും അല്ലല്ലോ അല്ലേ. അപ്പോൾ അതെനിക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല. എന്നിട്ട് അച്ഛൻ എൻ്റെ മുഖത്തേക്ക് നോക്കും. അപ്പോൾ എൻ്റെ ഫേസ് കാണുമ്പോൾ അച്ഛന് മനസ്സിലാകും ഇത് സത്യമാണ് എന്ന്. ആൻഡ് ദെൻ എവറി റിങ്കിൾ ഇൻ ഹിസ് ഫേസ് വിൽ ട്രംപിൾ ആൻഡ് ടിയേഴ്സ് വിൽ കം ഇൻ ടു ഹിസ് ഐസ്. അപ്പോൾ അച്ഛൻ്റെ ആ ചുക്കിച്ചുളിഞ്ഞ മുഖമൊക്കെ ഒന്ന് വിറയ്ക്കും. ട്രംപിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ വിറയ്ക്കുക, അതായത് ആ ഒരു ഷോക്കിങ്ങിൽ, സന്തോഷത്തിൽ കണ്ണീര് വരും. അപ്പോൾ സന്തോഷ കണ്ണീരൊക്കെ വരുമ്പോൾ വിതുമ്പി ഒന്ന് കരഞ്ഞു പോകുമല്ലേ. അപ്പോൾ ആ ചുളിവ് വീണ മുഖത്തൂടെ ഇങ്ങനെ കണ്ണുനീരിങ്ങനെ ഒലിച്ചിറങ്ങുന്നത് എനിക്ക് കാണാനായിട്ട് സാധിക്കും. തിങ്ക് ഫാദർ, ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഓണർ ആൻഡ് മണി ദേ ആർ ബിസ്റ്റോയിങ് ഓൺ മീ. അച്ഛാ, ഒന്ന് ആലോചിച്ചു നോക്കൂ, ബഹുമാനവും പണവും മാത്രമല്ല അവർ എനിക്ക് നൽകുന്നത്. ദേ ഹാവ് ഷോൺ ദാറ്റ് ദേ ഹാവ് ട്രസ്റ്റ് ഇനഫ് ഇൻ മീ
to single me out before the whole world. ഈ ലോകം മുഴുവനും എന്നെ വിശ്വസിച്ചിട്ടാണ് ഈ സമ്മാനം എനിക്ക് നൽകിയത്. പണവും പ്രശസ്തിയും മാത്രമല്ല ഈ സമ്മാനത്തിലൂടെ ഞാൻ നേടിയെടുത്തത്, അവരുടെ വിശ്വാസം കൂടിയാണ്. അതുകൊണ്ട് ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുന്നു. How shall I repay this debt? ഞാൻ എങ്ങനെ ഈ കടം വീട്ടും? Father will sit and still no words will come as he thinks. അച്ഛൻ ഇരിക്കും, പക്ഷെ ചിന്തിക്കുന്നത് പോലെ അദ്ദേഹത്തിന് വാക്കുകളൊന്നും വരുന്നില്ല. Then drying tears of joy from his eyes, he will bang down his fist on the arm of the rocking chair and say, I will not rack my brains about problems that no one in heaven or on earth can solve. ആ സന്തോഷ കണ്ണുനീരൊക്കെ തുടച്ചുകൊണ്ട് അദ്ദേഹം ആടുന്ന കസേരയുടെ കയ്യിൽ മുഷ്ടി ചുരുട്ടി ഇടിച്ചുകൊണ്ട് പറയും, സ്വർഗത്തിലോ ഭൂമിയിലോ ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ എൻ്റെ തലച്ചോറിനെ അലട്ടുകയില്ല. റാക്ക് മൈ ബ്രെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തല പുകഞ്ഞ് ആലോചിക്കുക എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് റാക്ക് മൈ ബ്രെയിൻസ് എന്ന് പറയുന്നത്. ഐ എം ടു ഹാപ്പി ദാറ്റ് യു ഹാവ് ബീൻ ഗിവൺ ദ നോബൽ പ്രൈസ് ടു വറി അബൌട്ട് എനിത്തിങ്. ഞാൻ അത്രയധികം സന്തോഷവാനാണ് ഈ നോബൽ സമ്മാനം ലഭിച്ചതിൽ. അതുകൊണ്ട് എനിക്ക് വേറെ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടാൻ കഴിയില്ല. നീ നിന്റെ കടം എങ്ങനെയാന്ന് വെച്ചാൽ തീർത്തോ, എനിക്ക് ആകുലപ്പെടാനൊന്നും കഴിയില്ല. ഞാൻ അത്രയധികം ഹാപ്പിയാണ് ഈ ഒരു സമ്മാനം ലഭിച്ചതിൽ. യുവർ മജസ്റ്റീസ്, യുവർ റോയൽ ഹൈനസ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, having received no better answer than this to all my questions, it only remains to me to ask you to join me in the toast which I have the honor to propose to the Swedish Academy. അങ്ങനെ അവളുടെ പ്രസംഗം അവള് കൺക്ലൂഡ് ചെയ്യാണ്, എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട്. മജസ്റ്റീസ്, യുവർ റോയൽ ഹൈനസ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്നൊക്കെ വിളിച്ച് അഭിസംബോധന ചെയ്തുകൊണ്ട് അവളുടെ പ്രസംഗം കൺക്ലൂഡ് ചെയ്യാണ്. എന്താ പറഞ്ഞത്? എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഇതിലും മികച്ച ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല. എനിക്ക് ബഹുമതി ലഭിച്ച ഈ ആഘോഷത്തിൽ എന്നോടൊപ്പം പങ്കുചേരാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുക എന്നതാണ് എൻ്റെ കടമ. ഇതും പറഞ്ഞ് അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുകയാണ്. About the author നോക്കാം. സെൽമ ലാഗർലോഫ്, the renowned Swedish author, was born on 20th November 1858. പ്രശസ്ത സ്വീഡിഷ് എഴുത്തുകാരിയായ സെൽമ ലാഗർലോഫ് 1858 നവംബർ 20 ജനിച്ചത്. ഷി റിസീവ്ഡ് എ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ. അവള് പ്രൈവറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷനാണ് അവൾക്ക് കിട്ടിയത്, വിച്ച് വാസ് അൺയൂഷ്വൽ ഫോർ ഗേൾസ് ഓഫ് ഹർ ടൈം. അപ്പോൾ അവളുടെ കാലത്ത് അങ്ങനെയുള്ള ഒരു സംഭവം അൺയൂഷ്വൽ ആയിരുന്നു, അസാധാരണമായിരുന്നു. അങ്ങനെ പ്രൈവറ്റ് എഡ്യൂക്കേഷനൊന്നും ആർക്കും കൊടുത്തിരുന്നില്ല പെൺകുട്ടികൾക്ക്. ലേറ്റർ ഷീ സ്റ്റഡീഡ് അറ്റ് ദ റോയൽ അഡ്വാൻസ്ഡ് ഫീമെയിൽ ടീച്ചേഴ്സ് സെമിനാരി in Stockholm from 1882 to 1885. 1882 മുതൽ 85 വരെ അവൾ പഠിച്ചത് റോയൽ അഡ്വാൻസ്ഡ് ഫീമെയിൽ ടീച്ചേഴ്സ് സെമിനാരിയിലാണ്. അവിടെയാണ് അവൾ പഠിച്ചത്. She taught at a Swedish high school for girls in Landskrona, Sweden. അപ്പോൾ ലാൻഡ്സ്ക്രോണ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് ഒരു ഹൈസ്കൂളിൽ അവൾ ടീച്ചറായിട്ട് ജോലി ചെയ്തു. ഷീ വാസ് ദ ഫസ്റ്റ് വുമൻ ടു വിൻ ദ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ വിച്ച് വാസ് അവാർഡഡ് ടു ഹർ ഇൻ 1909. 1909 ആണ് ഈ നോബൽ പ്രൈസ് ഇവൾക്ക് കിട്ടിയത്. അപ്പോൾ ആദ്യത്തെ സ്ത്രീ ആയിരുന്നു, ഫസ്റ്റ് വുമൻ ടു വിൻ ദ നോബൽ പ്രൈസ്. അതാണ് സെൽമ ലാഗർലോഫ്. ഷീ വാസ് ഓൾസോ ദ ഫസ്റ്റ് വുമൻ ടു ബി ഗ്രാൻറ്റഡ് എ മെമ്പർഷിപ്പ് ഇൻ ദ സ്വീഡിഷ് അക്കാഡമി. അതുപോലെ തന്നെ സ്വീഡിഷ് അക്കാഡമിയിൽ മെമ്പർഷിപ്പ് കിട്ടിയ ആദ്യത്തെ സ്ത്രീയും സെൽമ ലാഗർലോഫ് ആയിരുന്നു. Two of her notable works are the story of Gösta Berling and the Invisible Links. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള കൃതികളായിരുന്നു The Story of Gösta Berling and The Invisible Links. She passed away on 16th March 1940. അപ്പോൾ അവൾ മരിച്ചുപോയത് 1940 മാർച്ച് 16. ഇത്രയുമാണ് ഈ പാഠഭാഗത്തിന്റെ എക്സ്പ്ലനേഷൻ. ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, ബി സൈലന്റ് ആണ് കേട്ടോ. പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ട് ഡെപ്റ്റ്സ് എന്ന് പറയുന്നില്ല എന്ന്. ഡെറ്റ്സ് എന്നാണ് ഇതിന്റെ പ്രൊനൗൺസിയേഷൻ. ഓക്കെ, അപ്പോൾ ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പ്ലീസ് ഡ്രോപ്പ് യുവർ വാല്യുബിൾ ഫീഡ്ബാക്ക് ഇൻ ദ കമന്റ് സെക്ഷൻ. താങ്ക് യു.